അണമുറിയാത്ത ജനപ്രവാഹമായി നവകേരള സദസ്സിന്റെ സമാപന വേദി വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിൽ ജനങ്ങൾ ഒഴുകിയെത്തി. അനന്തപുരിയുടെ മനസ്സ് കീഴടക്കിയ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ആരവത്തോടെയാണ് ജനം വരവേറ്റത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളുടെ സംയുക്ത വേദിയിലാണ് സമാപന സമ്മേളനം. കാത്തിരുന്ന ജനസാഗരത്തിന് മുന്നിലേക്ക് കേരളത്തിന്റെ സമ്പൂർണ്ണ ക്യാബിനറ്റ് വന്നിറങ്ങി. കേരളത്തിന്റെ ക്യാപ്റ്റൻ ആദരണീയനായ മുഖ്യമന്ത്രി വന്നിറങ്ങിയതോടെ ആരവം ഇരട്ടിയായി. കേട്ടിരുന്നവർക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സ് ഉയർത്തുന്ന രാഷ്ട്രീയം അക്കമിട്ട് നിരത്തി. ഒപ്പം പ്രതിപക്ഷത്തിനെതിരെയും രൂക്ഷ വിമർശനം. അപ്പോൾ ഞങ്ങൾ സംയമനം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അടിക്കും 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണിത്? ഇങ്ങനെ ഏതെങ്കിലും ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പരസ്യമായിട്ട് അടിക്കും അടിക്കും അടിക്കുമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കേരളത്തിൽ ആരെങ്കിലും ഇതേവരെ കണ്ടിട്ടുണ്ടോ? ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചെയ്തു. അതിന് മാറ്റം വരുന്നില്ലല്ലോ. ബസ്സിന് മുന്നിൽ ചാടിയ ആ ആളെ രണ്ടുപേരെ അവിടെയുള്ളവർ തള്ളി മാറ്റി. ആ പ്രവൃത്തിയെ അവരുടെ ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനമാണ് നടത്തിയത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ KPCC അധ്യക്ഷന് ചോദ്യം, നിങ്ങൾക്കെന്താ കാര്യം ജീവൻ രക്ഷിക്കേണ്ടത്? ബസ്സിന് മുന്നിൽ ചാടാൻ തീരുമാനിച്ചവർ വരുന്നില്ലേ? നിങ്ങളാരാ അവരെ തടയാൻ? എങ്ങനെയുണ്ട്? എന്താ ഉദ്ദേശം? ബസ്സിന് മുന്നിൽ ചാടിയാൽ എന്താ സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് സംഭവിക്കണം, അതിനു വേണ്ടിയാണ്. ഇങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു മനസ്സ്, സാധാരണ കാണാത്തൊരു മനസ്സ് അത് രൂപപ്പെട്ടിരിക്കുകയാണ്. മന്ത്രിമാരായ P. രാജീവും K. രാജനും റോഷി അഗസ്റ്റിനും സംസാരിച്ചു. മന്ത്രി ആന്റണി രാജു ചടങ്ങിൽ അധ്യക്ഷനായി. VK പ്രശാന്ത് MLA സ്വാഗതം പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി തയ്യാറാക്കിയ ശില്പവും വിദ്യാർത്ഥിനി അലീന UP വരച്ച ഛായാചിത്രവും മുഖ്യമന്ത്രിക്ക് കൈമാറി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സായിഗ്രാമം പണിതു നൽകുന്ന വീടുകളുടെ താക്കോൽദാനവും ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി ജലജ ടീച്ചർ വകയായി 4 ലക്ഷം രൂപയുടെ സഹായ വിതരണവും നർത്തകി ചിത്ര മോഹന് ഗുരു ഗോപിനാഥ് നടനഗ്രാമത്തിന്റെ സബര്യ പുരസ്കാരദാനവും ചടങ്ങിൽ നടന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് 2568 തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് 2182 നിവേദനങ്ങളുമാണ് ആകെ ലഭിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.